തൊമിച്ച ടിപ്സ് എന്ന ഫിനാൻഷ്യൽ വീഡിയോ ബ്ലോഗിൻ്റെ പുതിയ എപ്പിസോഡുമായി നിങ്ങളുടെ മുമ്പിൽ വരുവാൻ എന്നെ അനുവദിച്ച ദൈവത്തിന് നന്ദി. കഴിഞ്ഞ ആഴ്ച നമ്മൾ NIW അതായത് നെറ്റ് ഇൻവെസ്റ്റബിൾ വെൽത്ത് മനസ്സിലാക്കാൻ വേണ്ടി ഇപ്പോൾ തൊമ്മിച്ചൻ്റെയും ജോസിച്ചിൻ്റെയും താറാവ് കൃഷിയെക്കുറിച്ച് മനസ്സിലാക്കി. അതായത് നമ്മൾ വരുമാനം ഏൺ ചെയ്യുന്നതിൽ നിന്ന് നമുക്ക് NIW അതായത് നെറ്റ് ഇൻവെസ്റ്റബിൾ വെൽത്ത് കണ്ടെത്തണം, അതിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ചാണ് നമ്മൾ മനസ്സിലാക്കിയത്. അപ്പോൾ ഇന്നേ ദിവസം നമ്മൾ മനസ്സിലാക്കാൻ പോകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ NIW എളുപ്പത്തിൽ കണ്ടെത്താനുള്ള ഒരു മാർഗത്തെക്കുറിച്ചാണ്. അപ്പോൾ അത് എളുപ്പത്തിൽ മനസ്സിലാക്കാൻ വേണ്ടി നമുക്ക് വീണ്ടും നമ്മുടെ പ്രധാനപ്പെട്ട കഥാപാത്രങ്ങളായ ജോസിച്ചിൻ്റെയും തൊമ്മിച്ചൻ്റെയും ലൈഫിലേക്ക് തന്നെ കടന്നു പോകാം. ഇപ്പം ഞാനിവിടെ രണ്ട് സൈഡിൽ കുറേ വാട്ടർ ബോട്ടിൽ വെച്ചിട്ടുണ്ട്. ഇവിടെ ഏകദേശം ഒരു കേസ് നിറച്ച് വാട്ടർ ബോട്ടിൽ വെച്ചിട്ടുണ്ട്. ഇവിടെ ഏകദേശം ഒരു ചെറിയൊരു ബോട്ടിൽ വെള്ളം ഞാനിവിടെ വെച്ചിട്ടുണ്ട്. ഇപ്പോൾ സപ്പോസ് ഇപ്പം നമ്മുടെ ജോസിച്ചനെ തൊമ്മിച്ചനെ ഒരു റൂമിൽ പൂട്ടിയിടുകയാണ് എന്ന് വിചാരിക്കാം. അതായത് ഈ ഒരു റൂമിൽ ഇപ്പോൾ ജോസിച്ചനെ പൂട്ടിയിടുന്നു, അതിൻ്റെ അപ്പുറത്ത് വേറൊരു റൂമിൽ തൊമ്മിച്ചനെയും പൂട്ടിയിടുന്നു എന്ന് വിചാരിക്കാം. അപ്പോൾ ജോസിച്ചൻ്റെ റൂമിൽ ഇത്രത്തോളം വാട്ടർ ബോട്ടിൽ, അതായത് ഈ ഒരു കേസ് നിറച്ചും വാട്ടർ ബോട്ടിൽ വെച്ചിട്ടുണ്ട്. ഇപ്പോൾ തൊമ്മിച്ചൻ്റെ റൂമിൽ ആകെയുള്ള ഒരു വാട്ടർ ബോട്ടിൽ എന്ന് പറഞ്ഞാൽ ഈ ഒരു ഒറ്റ വാട്ടർ ബോട്ടിലാണ്. ഇവരുടെ രണ്ട് പേരുടെ അടുത്ത് പറയുകയാണ്, നിങ്ങളെ ഒരു ദിവസം കഴിഞ്ഞിട്ട്, അതായത് 24 മണിക്കൂർ കഴിഞ്ഞതിന് ശേഷം മാത്രമേ ഈ റൂമിൽ നിന്ന് പുറത്തിറക്കുകയുള്ളൂ. അതിനുവേണ്ടി ആ ഒരു ദിവസം നിങ്ങൾക്ക് കൺസ്യൂം ചെയ്യുന്നതിന് വേണ്ടിയുള്ള വെള്ളമാണ് ഇവിടെ വെച്ചിരിക്കുന്നത്. എങ്ങനെയായിരിക്കും ഇവർ രണ്ടുപേരും പെരുമാറാൻ പോകുന്നത്? ഇപ്പോൾ ജോസിച്ചൻ്റെ റൂമിൽ നോക്കിക്കഴിഞ്ഞാൽ ഈ ഒരു കേസ് നിറച്ചും വാട്ടർ ബോട്ടിലുണ്ട്. അപ്പോൾ അതുകൊണ്ട് എന്ത് ചെയ്യും, ഇപ്പോൾ ജോസിച്ചൻ ഇപ്പോൾ ഈ ഒരു ബോട്ടിൽ എടുത്ത് കഴിഞ്ഞിട്ട് കുടിക്കും. അതിനുശേഷം കുറച്ച് കഴിയുമ്പോൾ മുഖം കഴുകണമെന്നുണ്ടെങ്കിൽ ഈ വാട്ടർ ബോട്ടിൽ എടുത്തിട്ട് മുഖം കഴുകും. അതിനുശേഷം കുറച്ച് കഴിയുമ്പോഴേക്കും വീണ്ടും ദാഹിക്കുന്ന സമയത്ത് വീണ്ടും വെള്ളം എടുത്ത് കുടിക്കും. അതായത് ഇപ്പോൾ ജോസിച്ചനെ സംബന്ധിച്ച് ഇത്രത്തോളം വാട്ടർ ബോട്ടിലുള്ളതുകൊണ്ട് ജോസിച്ചൻ വളരെ വളരെ ലാവിഷായിട്ട് ജോസിച്ചൻ ഈ വാട്ടർ ചെലവഴിക്കും. അതേസമയം ഈ തൊമ്മിച്ചൻ്റെ കാര്യം വരുമ്പോൾ, തൊമ്മിച്ചനെ റൂമിൽ പൂട്ടിയിട്ട സമയത്ത് ആകെ ഈ ഒരു ചെറിയൊരു വാട്ടർ ബോട്ടിൽ, അതായത് ഏകദേശം ഒരു 200 ml വാട്ടർ മാത്രമാണ് അവിടെ കൊടുത്തിരിക്കുന്നത്. ഇപ്പോൾ ജോസിച്ചൻ പെരുമാറിയതുപോലെ തൊമ്മിച്ചൻ ഈ വാട്ടർ യൂസ് ചെയ്യുമോ? തൊമ്മിച്ചൻ എന്താ ചെയ്യുന്നത്, അത്രയ്ക്കും വലിയ ദാഹം എന്ന സമയത്ത്, കാരണം തൊമ്മിച്ചൻ്റെ മൈൻഡ് സെറ്റാണ് 24 മണിക്കൂറത്തേക്ക് ആകെ ഇത്രയും വെള്ളം മാത്രമേ ലഭിക്കുള്ളൂ എന്ന്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ തൊമ്മിച്ചൻ എന്ത് ചെയ്യും, അത്രയ്ക്കും വലിയ ദാഹം തന്നെയാണെങ്കിൽ ഇതൊന്ന് ഓപ്പൺ ചെയ്തിട്ട് ഒന്ന് പതുക്കെ സിപ്പ് ചെയ്തിട്ട് വീണ്ടും വെക്കും. കാരണം 24 മണിക്കൂറത്തേക്ക് ഇത്രത്തോളം വെള്ളം മാത്രമേ അവൈലബിൾ ഉള്ളൂ എന്ന് തൊമ്മിച്ചനറിയാം. അപ്പം നമ്മളെ സംബന്ധിച്ച് നെറ്റ് ഇൻവെസ്റ്റബിൾ വെൽത്ത് കണ്ടെത്തണമെങ്കിൽ അതിൻ്റെ ഏറ്റവും സിംപ്ലസ്റ്റ് ആയിട്ടുള്ള ഒരു മെത്തേഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവൈലബിലിറ്റി കുറക്കുക എന്നതാണ്. ഇപ്പം നമ്മളെ സംബന്ധിച്ച് നമ്മൾ ഏൺ ചെയ്യുന്ന സാലറി മൊത്തം നമ്മൾ ബാങ്ക് അക്കൗണ്ടിൽ നമ്മൾ കീപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഈ അവസ്ഥയാണ്. അതായത് നമ്മൾ മൊത്തം സാലറി, ഇപ്പോൾ താങ്കൾ ചിലപ്പോൾ ലക്ഷങ്ങൾ ഒരു മാസം ഏൺ ചെയ്യുന്നുണ്ടാവും, ആ തുക മൊത്തം താങ്കളുടെ സേവിങ്സ് അക്കൗണ്ടിൽ കീപ്പ് ചെയ്യുന്ന സമയത്ത് ഇപ്പോൾ ജോസിച്ചൻ ചെയ്തതുപോലെ ഇത് എങ്ങനെ തീർക്കാം എന്നതിനെക്കുറിച്ചാണ് മൈൻഡ് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ പലപ്പോഴും ഇപ്പോൾ ഞങ്ങൾ പല കസ്റ്റമേഴ്സായിട്ട് സംസാരിക്കുന്ന സമയത്ത് അവർക്ക് 5 ലക്ഷവും 10 ലക്ഷവും ഇപ്പോൾ 3 ലക്ഷവും 50,000 പല റേഞ്ചിലുള്ള കസ്റ്റമേഴ്സിനെ ഞങ്ങൾ ഹാൻഡിൽ ചെയ്യുന്നുണ്ട്. അവരെല്ലാവരായിട്ട് സംസാരിക്കുന്ന സമയത്ത് നമുക്ക് കാണാൻ സാധിക്കുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഈ തരത്തിൽ ഈ ഫണ്ട് മൊത്തം അവൈലബിളാക്കി വെച്ചിരിക്കുന്ന പല ആൾക്കാരുടെ അവസ്ഥ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു 15-ാം തീയതി അല്ലെങ്കിൽ 20-ാം തീയതി കഴിയുമ്പോൾ തന്നെ ഇവരുടെ ആ ബാങ്കിലുണ്ടായിരുന്ന എമൗണ്ട് ഓൾമോസ്റ്റ് തീർന്നിട്ടുണ്ടാവും. അതിനുശേഷം ഏറ്റവും അവസാനം അവർക്ക് ആ മന്ത് എൻഡ് കംപ്ലീറ്റ് ചെയ്യണമെങ്കിൽ വേറെ ആരുടെയെങ്കിലും കടം മേടിച്ച് കഴിഞ്ഞാൽ ആ മന്ത് എൻഡ് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളെപ്പോഴും മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നമ്മളുടെ സാലറി മൊത്തം നമുക്ക് ചിലവഴിക്കാവുന്ന രീതിയിൽ, അതായത് വളരെ ഈസി ആയിട്ട് ലിക്വിഡേറ്റ് ചെയ്യാവുന്ന രീതിയിൽ നമ്മൾ എടുത്തു വെച്ച് കഴിഞ്ഞാൽ നമ്മൾ മൈൻഡ് എപ്പോഴും ഇത് തീർക്കുന്നതിനെക്കുറിച്ച് ചിന്തിച്ചുകൊണ്ടിരിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് നെറ്റ് ഇൻവെസ്റ്റബിൾ വെൽത്ത് അതായത് NIW കണ്ടെത്തണമെങ്കിൽ അതിൻ്റെ ഏറ്റവും സിംപ്ലസ്റ്റ് മെത്തേഡ് അവൈലബിലിറ്റി കുറക്കുക എന്നതാണ്. ഇപ്പം ഞാൻ സാധാരണ രീതിയിൽ ഞാൻ ചെയ്യുന്നൊരു മെത്തേഡ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം ഞങ്ങളുടെ സാലറി വരുന്നത് 27th എല്ലാ മാസവും 27-ാം തീയതി എൻ്റെ അക്കൗണ്ടിലേക്ക് സാലറി വരും.
അതായത് എനിക്കും വൈഫിനും കൂടി ഏകദേശം ഒരു 3 ലക്ഷം രൂപയാണ് ഞാൻ സാലറി ആയിട്ട് എടുക്കുന്നത്. അപ്പോൾ സാധാരണ രീതിയിൽ ഞാൻ ചെയ്യുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 27-ാം തീയതി സാലറി വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ, അതായത് എല്ലാ മാസവും 1-ാം തീയതി ഞാൻ ഓട്ടോ ഡെബിറ്റ് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. 1-ാം തീയതി, അതായത് ഏത് മാസം തുടങ്ങിയാലും ഏറ്റവും ഫസ്റ്റ് ട്രാൻസാക്ഷൻ എൻ്റെ ഇൻവെസ്റ്റ്മെൻറ്റാണ്. അതിൽ നിന്ന് ഏകദേശം 2 ലക്ഷം രൂപ ഞാൻ മ്യൂച്വൽ ഫണ്ടിലേക്ക് ഓട്ടോ ഡെബിറ്റ് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ രാവിലെ ഏകദേശം എല്ലാ മാസവും 1-ാം തീയതി രാവിലെ 8 മണിയാകുമ്പോഴേക്കും എൻ്റെ അക്കൗണ്ടിൽ നിന്ന്, അതായത് ഈ 3 ലക്ഷം രൂപയിൽ നിന്ന് 2 ലക്ഷം രൂപ ഇൻവെസ്റ്റ്മെൻറ്റിലേക്ക് പോയിട്ടുണ്ടാവും. അപ്പോൾ അവിടെ എന്ത് സംഭവിച്ചു? ആക്ച്വലി ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 3 ലക്ഷം രൂപ ഉണ്ടായിരുന്നു. അതിൽ നിന്ന് 2 ലക്ഷം രൂപ ഓൾറെഡി നെറ്റ് ഇൻവെസ്റ്റബിൾ വെൽത്തായിട്ട് ഞാൻ നിക്ഷേപിച്ചു. ബാക്കി ഇപ്പം എൻ്റെ കയ്യിൽ ഈ പറഞ്ഞ സംഭവം മാത്രമേ ഉള്ളൂ. അപ്പോൾ എൻ്റെ മൈൻഡ് എനിക്കറിയാം, അതായത് ഈ മാസം എനിക്ക് ഇത് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടി എൻ്റെ പക്കൽ ഇത്രയും തുക മാത്രമേ ഉള്ളൂ എന്ന്. അതുകൊണ്ട് എൻ്റെ മൈൻഡ് സെറ്റാണ്. ഞാൻ എന്ത് ചെയ്യും? ബാക്കിയുള്ള എൻ്റെ എല്ലാ എക്സ്പെൻസും ഈ പറഞ്ഞ സംഭവത്തിലേക്ക് കൺട്രോൾ ചെയ്യും. അപ്പോൾ എന്തിനു വേണ്ടി ഞാനിങ്ങനെ കൺട്രോൾ ചെയ്യുന്നു? ഇപ്പം നോർമൽ സിറ്റുവേഷനിൽ കഴിഞ്ഞ ആഴ്ച നമ്മൾ മനസ്സിലാക്കി, അതായത് ഇപ്പം തൊമ്മിച്ചൻ്റെ ഫാമിനെ കുറിച്ചൊക്കെ മനസ്സിലാക്കി. അതായത് ഇപ്പം നമുക്ക് താറാവിൽ നിന്ന് നമുക്ക് മുട്ട കിട്ടണം. ഇപ്പോൾ ആ വീഡിയോ നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ നിങ്ങൾ ആ ഒരു വീഡിയോ ഒന്ന് കാണണം. വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു വീഡിയോ ആണ്. അപ്പോൾ ആ കൂടുതൽ മുട്ട കിട്ടുന്നതിന് വേണ്ടി താറാവിനെ മേടിക്കാൻ വേണ്ടിയാണ് ഞാൻ ഈ പറഞ്ഞ തുക മാറ്റിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ നിങ്ങളോട് സജസ്റ്റ് ചെയ്യുന്ന ഏറ്റവും സിംപ്ലസ്റ്റ് ആയിട്ടുള്ളൊരു മെത്തേഡ് ഇതാണ്. നിങ്ങളുടെ വരുമാനം എന്നാണോ നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് ക്രെഡിറ്റ് ചെയ്യുന്നത്, അത് കഴിഞ്ഞ് ഒരു 2-3 ദിവസം കഴിഞ്ഞിട്ടുള്ള ഒരു ദിവസത്തിൽ ഇപ്പം നിങ്ങളുടെ ഇൻവെസ്റ്റ്മെൻ്റ് എല്ലാം ആ സമയത്ത് തന്നെ കംപ്ലീറ്റ് ചെയ്യുക. കാരണം അല്ലെന്നുണ്ടെങ്കിൽ ഇപ്പം നമ്മളിപ്പോൾ 10 ദിവസം 15 ദിവസം അല്ലെങ്കിൽ 20 ദിവസമൊക്കെ കഴിഞ്ഞിട്ട് ഇൻവെസ്റ്റ് ചെയ്യാം എന്ന് വിചാരിച്ചിരുന്നു കഴിഞ്ഞാൽ അതിൻ്റെ ഇടയ്ക്ക് പല കാരണങ്ങളും വരാം നമുക്ക് ഈ പറഞ്ഞ എമൗണ്ട് സ്പെൻഡ് ചെയ്യാൻ വേണ്ടി. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ പറഞ്ഞ സംഭവങ്ങൾ ആദ്യമേ നമ്മൾ ഇൻവെസ്റ്റ്മെൻറ്റിലേക്ക്, അതായത് നെറ്റ് ഇൻവെസ്റ്റബിൾ വെൽത്ത് മാറ്റി ബാക്കി തുക സ്പെൻഡ് ചെയ്യുന്ന ഒരു ഹാബിറ്റ് പുലർത്താൻ സാധിച്ചു ഞാൻ എന്നാണ് ഈ ഒരു ഹാബിറ്റ് പുലർത്താൻ തുടങ്ങിയോ അന്ന് തുടങ്ങിയാണ് എൻ്റെ വെൽത്തിൽ വലിയ രീതിയിലുള്ള മാറ്റം ഉണ്ടാക്കാൻ സാധിച്ചത്. ഇത് എൻ്റെ മാത്രമല്ല, ഞങ്ങളിപ്പോൾ ഏകദേശം ഒരു 3200-ലധികം കസ്റ്റമേഴ്സിനെ ഹാൻഡിൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ അവരെല്ലാവരുടെ പക്കലും ഞങ്ങൾ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഒരു തിയറി ഇതാണ്. അതായത് ആദ്യം തന്നെ നെറ്റ് ഇൻവെസ്റ്റബിൾ വെൽത്ത് മാറ്റുക, ബാക്കി തുകയിൽ നിങ്ങളുടെ ബാക്കിയുള്ള എക്സ്പെൻസ് എല്ലാം നിങ്ങൾ കൺട്രോൾ ചെയ്യുക. ഈ ഒരു മെത്തേഡിലൂടെ വളരെ ഈസി ആയിട്ട് നമുക്ക് വെൽത്ത് ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കും. പക്ഷേ ഇങ്ങനെ ഇൻവെസ്റ്റ് ചെയ്ത് പോകുമ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ട, അതായത് ഇപ്പം നിങ്ങളെ സംബന്ധിച്ച് വലിയൊരു അസറ്റ്, ഒരു വെൽത്ത് ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ ആ ഒരു വ്യക്തിക്ക് വേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട 3 ക്വാളിറ്റീസ് ഉണ്ട്. ആ 3 ക്വാളിറ്റീസിനെ കുറിച്ചാണ് അടുത്ത ആഴ്ച നമ്മൾ പഠിക്കാൻ പോകുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതുവരെയും താങ്കൾ ഞങ്ങൾ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല, സബ്സ്ക്രൈബ് ചെയ്യുക. ഇതിനു മുമ്പത്തെ വീഡിയോ നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ ആ വീഡിയോ കാണുക. കാരണം വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഓരോ കാര്യങ്ങളാണ് ഓരോ ആഴ്ച എന്നോളം പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. അതോടൊപ്പം ഞങ്ങൾ നിക്ഷേപ സംബന്ധമായ സേവനങ്ങളെക്കുറിച്ച് താങ്കൾക്ക് കൂടുതൽ അറിയണമെങ്കിൽ ഞങ്ങൾ സപ്പോർട്ട് ഡെസ്കായിട്ട് നമുക്ക് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. അടുത്ത ആഴ്ച നമ്മളെ നിക്ഷേപത്തെ, അതായത് താങ്കൾക്ക് ഒരു ലോങ് ടൈം വെൽത്ത് ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ അതിൽ താങ്കൾ ഫോളോ ചെയ്യേണ്ട, താങ്കൾ ജീവിതത്തിൽ പകർത്തേണ്ട 3 കാര്യങ്ങളെക്കുറിച്ച്, 3 ക്വാളിറ്റീസിനെ കുറിച്ച് അടുത്ത ആഴ്ച നമുക്ക് തൊമ്മിച്ച ടിപ്സിലൂടെ നമുക്ക് പഠിക്കാം. ഓക്കെ, വിഷ് യു ഓൾ ദി ബെസ്റ്റ്.